എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ആഗസ്റ്റ് 15, 1937. ഫാദർ ആൻഡ്രാഷിൻ്റെ നിർദ്ദേശങ്ങൾ. ആത്മീയ ശുഷ്കതയുടെ സമയങ്ങളും തൻ്റെ നിർദ്ദിഷ്ടാവസ്ഥയെക്കുറിച്ചുള്ള പൂർണ്ണമായ അവബോധവും ഒരാത്മാവിന് സ്വയമേവ എത്രയോ തുച്ഛമായി മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുവാൻ ദൈവം അനുവദിക്കുന്ന അവസരങ്ങളാണ്. ദൈവവരപ്രസാദത്തെ നീ എത്രമാത്രം വിലമതിക്കണമെന്ന് അവ നിന്നെ പഠിപ്പിക്കും. രണ്ടാമതായി, സന്തോഷ സമയങ്ങളിലെന്ന പോലെ എല്ലാ പഥ്യാഭ്യാസങ്ങളിലും കടമകളിലുമുള്ള വിശ്വസ്തത, എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തത. മൂന്നാമതായി, നിന്റെ പരിഗണനയിലുള്ള കാര്യങ്ങളിൽ ആർച്ച് ബിഷപ്പിനെ പൂർണ്ണമായും അനുസരിക്കുക. സമയാസമയങ്ങളിൽ അദ്ദേഹത്തെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പൂർണ്ണമായും സമാധാനത്തിലായിരിക്കുക. ചില സമയങ്ങളിൽ കൈപ്പേറിയ സത്യങ്ങൾ അനിവാര്യമാണ്. സംഭാഷണത്തിൻ്റെ അവസാനം മുമ്പെന്ന പോലെ ഈശോയുമായി ബന്ധപ്പെടുവാൻ അനുവദിക്കുമോ എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈശോ മിശിഹായോട് കൽപ്പിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. എന്നാൽ അവൻ തന്നെ നിന്നെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചാൽ ആ ആകർഷണത്തെ നീ അനുധാവനം ചെയ്യുക. എന്തൊക്കെയായാലും അവനോട് വലിയ ആദരവ് പ്രകടിപ്പിക്കണമെന്നുള്ളത് ഓർമ്മയിലിരിക്കണം. എന്തെന്നാൽ അവിടുന്ന് എപ്പോഴും മഹോന്നതനാണ്. ഇക്കാര്യങ്ങളിലെല്ലാം ദൈവ തിരുമനസ്സ് അന്വേഷിക്കുകയും അത് പൂർത്തീകരിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ സമാധാനപ്പെടുക. ദൈവത്തിന് ഒരിക്കലും തെറ്റ് സംഭവിക്കുകയില്ല. പ്രായശ്ചിത്തങ്ങളും സഹനങ്ങളും എങ്ങനെയാണ് നീ സ്വീകരിച്ചതെന്ന് അടുത്ത തവണ എനിക്ക് വിശദീകരണം നൽകണം. എത്രയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്നെ തന്നെ പൂർണ്ണമായും ഫലമേൽപ്പിക്കുക. 1937 ആഗസ്റ്റ് 15. ധ്യാന സമയത്ത് ദൈവിക സാന്നിധ്യം എന്നിൽ ആഴത്തിൽ നിറഞ്ഞു നിന്നു. സ്വർഗാരോപണ സമയത്തെ പരിശുദ്ധ അമ്മയുടെ ആനന്ദം എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി നടത്തിയ തിരുക്കർമ്മങ്ങളുടെ അവസാനം പരിശുദ്ധ കന്യകാമറിയത്തെ ഞാൻ ദർശിച്ചു. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, ഓ, നിങ്ങളുടെ സ്നേഹാദരവുകളിൽ ഞാൻ എത്രമാത്രം സംപ്രീതയാണ്. ആ സമയത്ത് അമ്മ തൻ്റെ കാപ്പായിൽ ഞങ്ങളുടെ സഭയിലെ എല്ലാ സഹോദരിമാരെയും പൊതിഞ്ഞു. അമ്മയുടെ വലത്തുകരം കൊണ്ട് മദർ ജനറൽ മൈക്കിളിനെ തന്നോട് ചേർത്ത് നിർത്തി, ഇടത്തുകരം കൊണ്ട് എന്നെയും. ആ സമയം ബാക്കി സഹോദരിമാർ കാപ്പായുടെ കീഴിൽ അമ്മയുടെ പാദാന്തികത്തിൽ നിന്നിരുന്നു. അപ്പോൾ ദൈവമാതാവ് പറഞ്ഞു, എൻ്റെ സന്യാസ സഭയിൽ മരണം വരെ തീഷ്ണതയോടെ നിലനിൽക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടും. എളിമ, സൗമ്യത, വിശുദ്ധി, ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹം, അനുകമ്പ, ദയ, ഈ സുഹൃതങ്ങളിൽ ഓരോരുത്തരും സമുന്നതരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്കുകൾക്ക് ശേഷം സഭാംഗങ്ങളെല്ലാം എൻ്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. എത്രയും പരിശുദ്ധ അമ്മയോടൊപ്പം ഞാൻ തനിച്ചായി. ദൈവ തിരുമനസ്സിനെക്കുറിച്ചും അവിടുത്തെ ഏറ്റവും പരിശുദ്ധ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് അതിൻ്റെ ജീവിതത്തിൽ എപ്രകാരം നടപ്പാക്കണമെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചു. അവിടുത്തെ തിരുമനസ്സ് നിറവേറ്റാതെ ഒരാൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. എൻ്റെ മകളെ, ദൈവ തിരുമനസ്സിനെ ഏറ്റവും വിശ്വസ്തയോടെ പൂർത്തീകരിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. എന്തെന്നാൽ അതാണ് അവിടുത്തെ തിരുമുമ്പിൽ ഏറ്റവും പ്രീതിജനകമായത്. ദൈവ തിരുമനസ്സ് പൂർത്തീകരിക്കുന്നതിലുള്ള വിശ്വസ്തതയിൽ നീ സമുന്നതയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പരിത്യാഗങ്ങൾക്കും ദഹനബലികൾക്കും മുകളിലായി ദൈവ തിരുമനസ്സ് പ്രതിഷ്ഠിക്കുക. സ്വർഗീയ മാതാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവേഷ്ടത്തെക്കുറിച്ചുള്ള ആഴമായ ഒരു അവബോധം എൻ്റെ ആത്മാവിൽ ആഴ്ന്നിറങ്ങി. ഓ എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷമേ, അവിടുത്തെ ദൈവീകത എൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മധുരവും കയ്പും സമചിത്തതയോടെ സ്വീകരിക്കുവാൻ ഞാൻ പ്രാപ്തയാണ്. അവയെല്ലാം കടന്നു പോകും. എൻ്റെ ആത്മാവിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ദൈവസ്നേഹം മാത്രമാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ബാക്കി എല്ലാറ്റിനും രണ്ടാം സ്ഥാനമേ ഉള്ളൂ. 16 ആഗസ്റ്റ് 1937. വിശുദ്ധ കുർബാന സ്വീകരണാനന്തരം ഈശോ മിശിഹായെ സർവ്വമഹിമ പ്രതാപവാനായി ഞാൻ ദർശിച്ചു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, എൻ്റെ മകളെ, എന്നെ ദർശിക്കുകയോ എൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുകയോ ചെയ്യാതിരുന്ന ആഴ്ചകളിൽ മറ്റു സമയങ്ങളേക്കാൾ നീ എന്നെ അനുഭവിച്ചിരുന്ന സമയങ്ങൾ കൂടുതലായി ഞാൻ നിന്നോട് വളരെ ദൃഢമായി ഐക്യപ്പെട്ടിരുന്നു. നിന്റെ വിശ്വസ്തതയുടെയും പ്രാർത്ഥനയുടെയും പരിമളം എന്നിൽ എത്തിയിരുന്നു. ഈ വാക്കുകളോടെ എൻ്റെ ആത്മാവിൽ ദൈവികാശ്വാസം നിറഞ്ഞു കവിഞ്ഞു. ഞാൻ ഈശോയെ ദർശിച്ചിരുന്നില്ല. എന്നാൽ ഒരു വാക്ക് മാത്രമേ എനിക്ക് ഉച്ചരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അത് ഈശോ എന്ന തിരുനാമമാണ്.
ഈ തിരുനാമം ഉച്ചരിച്ചതോടുകൂടി എൻ്റെ ആത്മാവ് വീണ്ടും പ്രകാശിതമായി. ധ്യാനലീനമായി അല്പം പോലും ഇടതടവില്ലാതെ അത് 3 ദിവസം നീണ്ടുനിന്നു. എന്നാൽ ബാഹ്യമായ എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഭംഗിയായി നിർവഹിച്ചിരുന്നു. എൻ്റെ അസ്തിത്വം മുഴുവനും ദൈവീക രഹസ്യങ്ങളിൽ വ്യാപരിച്ചിരുന്നു. ദൈവത്തിൻ്റെ മഹിമപ്രതാപം എന്നെ ഒട്ടും ഭയപ്പെടുത്തിയില്ല. മറിച്ച് ആനന്ദനിർഭരമായി അവിടുത്തേക്ക് സ്തുതികൾ അർപ്പിക്കുന്നതിലൂടെ ഞാൻ തന്നെയും ഉയർത്തപ്പെട്ടതുപോലെ അവിടുത്തെ ആനന്ദം ദർശിച്ചപ്പോൾ ഞാനും ആനന്ദിച്ചു. എന്തെന്നാൽ അവനിൽ ഉണ്ടായിരുന്നതെല്ലാം എന്നിലേക്ക് അനസ്യൂതം തിരികെ ഒഴുകിയെത്തിയിരുന്നു. ചില ആത്മാക്കളുടെ ആന്തരികാവസ്ഥ എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയിരുന്നു. അവരിൽ ദൈവത്തിന് അപ്രീതികരമായത് എന്താണെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇപ്രകാരമാണ് ഞാനതറിഞ്ഞിരുന്നത്. എൻ്റെ കരങ്ങളിലും പാദങ്ങളിലും പാർശ്വഭാഗത്തും ശക്തിയായി വേദന അനുഭവപ്പെടും. ഈശോയുടെ കരങ്ങളും പാദങ്ങളും പാർശ്വങ്ങളും കുത്തിത്തുളയ്ക്കപ്പെട്ട അതേ സ്ഥാനങ്ങളിൽ ആ സമയത്ത് തന്നെ ആ ആത്മാവിൻ്റെ അവസ്ഥ എനിക്ക് വെളിപ്പെടുത്തി കിട്ടും. ഏത് തരത്തിലുള്ള പാപമാണ് ചെയ്തതെന്നും ഈ പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കാനുള്ള തീവ്രമായ ആഗ്രഹവും എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്നൊരാത്മാവിന് അനുതാപത്തിൻ്റെ കൃപ ലഭിക്കുവാനായി 7 മണിക്കൂർ ഞാൻ മുള്ളരഞ്ഞാണം ധരിച്ചു. 7ാമത്തെ മണിക്കൂറിൽ ആ ആത്മാവിന് തൻ്റെ തെറ്റിനെപ്പറ്റി ഉള്ളിൽ അനുതാപം ഉണ്ടായതായി എനിക്ക് മനസ്സിലായി. എങ്കിലും ആ ആത്മാവ് കുമ്പസാരത്തിന് അണഞ്ഞിരുന്നില്ല. ജഡിക പാപങ്ങൾക്ക് ഞാൻ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയും അനുവാദം ലഭിച്ചിരുന്നിടത്തോളം ഉപവസിക്കുകയും ചെയ്യുമായിരുന്നു. അഹങ്കാരത്തിൻ്റെ പാപത്തിന് നെറ്റിത്തടം നിലത്ത് തൊടുവിച്ച് കുമ്പിട്ട് കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. വിദ്വേഷത്തിൻ്റെ പാപത്തിന് ഞാൻ പ്രാർത്ഥിക്കുകയും ബന്ധപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിരുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പാപത്തിൻ്റെ ഗൗരവമനുസരിച്ച് ഞാൻ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു.